നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. പ്രാർത്ഥനയുടെ അഭയം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ, പ്രാർത്ഥനയുടെ മഹാശക്തി എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കണ്ണിൻ്റെ മുന്നിൽ അയാൾ ഇങ്ങനെ കാണും. ചേന്നമംഗലൂരിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റിനെ പോയിട്ടാണ് കാണിക്കുന്നത്. ആ ഡോക്ടർ പറയാണ്, ചികിത്സയുടെ ഒരു വേളയിൽ അദ്ദേഹം പറഞ്ഞു, 6 മാസത്തിലേറെ ഇവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. അത് പറഞ്ഞത് 1990കളുടെ അവസാനമാണ്. 2012 ആ ഭാര്യ വളരെ നല്ല ആരോഗ്യവതിയായി ചേന്നമംഗലൂർ ജീവിക്കുന്നുണ്ട്. ഇവിടെ ചേന്നമംഗലൂരുണ്ടാവുമല്ലോ. എന്നിട്ട് ആ മനുഷ്യനോട് പറയാണ്, നമ്മളോട് പറയാണ്, പ്രാർത്ഥന കൊണ്ട് എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കും. തീ തണുക്കുക എന്നുള്ളത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ? എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ തവക്കുലിൻ്റെ മുമ്പിൽ, ഈമാനിൻ്റെ മുന്നിൽ, പ്രാർത്ഥനയുടെ മുന്നിൽ തീ തണുപ്പായി മാറി. വായിച്ചിട്ടില്ലേ നമ്മൾ? കടൽ 2ആയി മാറുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ തവക്കുലിൻ്റെ മുന്നിൽ, ഈമാനിൻ്റെ ഇന്ധനം നിറച്ച ആ ഹൃദയത്തിൻ്റെ മുന്നിൽ കടൽ 2ആയി പിളരുന്നത് കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അവർ. നമ്മളും കാണും അസാധാരണമായ കാഴ്ചകൾ, അസാധാരണമായ അനുഭവങ്ങൾ, ആശ്ചര്യകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണും. അതിനുള്ള മാർഗമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഈമാനിനെ ഒരാൾ ഉൾക്കൊള്ളേണ്ടതുപോലെയാണ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഇതേ ആനക്കയത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, 9 വർഷം അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. 9 വർഷം. നല്ല ഒരു ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ കൊടുങ്ങല്ലൂരിലൊരു ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. 2 വർഷമാണ് ആ ചികിത്സ നടത്തിയത്. ഒരു റിസൾട്ടും ഇല്ല. അവസാനം പണം കഴിഞ്ഞിട്ട്, ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ചികിത്സക്ക് പോയതുകൊണ്ട് പൈസയൊക്കെ കഴിഞ്ഞിട്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ ചികിത്സ നിർത്തിവെച്ചിട്ട് പോരാണ്. പിന്നെ അദ്ദേഹം പറയാം, പിന്നീടുള്ള ഞങ്ങളുടെ രാത്രികൾ മുഴുവനും പ്രാർത്ഥനയുടെ രാത്രികളായിരുന്നു, തഹജ്ജുദിൻ്റെ രാത്രികളായിരുന്നു. എൻ്റെ മക്കളെ എനിക്ക് കിട്ടിയത് എൻ്റെയും അവളുടെയും തഹജ്ജുദ് കൊണ്ടാണെന്നാ അവൻ പറയുന്നത്. 3 ചുറുചുറുക്കുള്ള മക്കൾ ഞങ്ങളുടെ തഹജ്ജുദ് കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് എന്ന് പറയാം. എൻ്റെ ഭാര്യ ഒരു കല്യാണത്തിന് പോകില്ലായിരുന്നു, ഒരു സൽക്കാരത്തിന് പോകില്ലായിരുന്നു, പള്ളിയിലേക്ക് പോകില്ലായിരുന്നു. കാരണം കാണുന്നവർക്ക് മുഴുവനും ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിഷമം കൊണ്ട് കരയേണ്ടി വരുന്നുള്ളതുകൊണ്ട്, ഉത്തരം പറയാനില്ല എന്നുള്ളത് കൊണ്ട് അവൾ എങ്ങോട്ട് പോകില്ല, ആൾ കൂടുന്നിടത്തേക്കൊന്നും പോകില്ല. അത്രയധികം മനോവിഷമം അനുഭവിച്ചിരുന്നു ഞങ്ങൾ. പക്ഷെ അള്ളാഹിനോട് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് അഭയം തേടിയപ്പോൾ ആ പ്രാർത്ഥനയുടെ അസാധാരണമായ അനുഭവങ്ങൾ അള്ളാഹ് കാണിച്ചു തന്നു. അതാണ്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. ആ ഒരു പ്രതിരോധ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ് അവർ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തവക്കുലാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമല്ല, അതൊരാൾ അള്ളാനെ മനസ്സിലാക്കലാണ്. അത് പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമില്ല, ഒരാൾക്ക് അള്ളാനെ മനസ്സിലാക്കലാണത്. ഖുർആന്റെ വചനങ്ങൾ അയാളാണ് ഉൾക്കൊള്ളലാണത്. അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലായി അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. എത്ര ആളുകൾ ഖുർആൻ ചൊല്ലുന്നുണ്ട്, അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിൻ്റെ ഓരോ വചനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ കാണും? അതാണ്. ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നില്ലേ? നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കാണും, നമ്മുടെ സൗന്ദര്യം കാണും, സൗന്ദര്യം ഇല്ലെങ്കിൽ അത് കാണും, ചെളിപ്പാടുകൾ കാണും, അഴുക്ക് കാണും. ഇതുപോലെ നമ്മൾ കാണും ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ കാണും? നമുക്ക് അള്ളാഹ് നമ്മളെങ്ങനെ കാണിച്ചു തരും? എവിടെയൊക്കെയാണ് നമുക്ക് പിഴക്കുന്നതെന്ന് കാണിച്ചു തരും, എവിടെയൊക്കെയാണ് നമ്മുടെ പിഴവുകളെന്ന് ചൂണ്ടിക്കാണിച്ചു തരും. അള്ളാഹു നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം തന്ന് പറഞ്ഞയച്ചതാണ്.
ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്ത് എവിടൊക്കെയാണ് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് എൻ്റെ ഖുർആൻ പാരായണം എനിക്ക് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ആ പാരായണം വെറും ഒരു വായന മാത്രമാണ്, അള്ളാഹു ഉദ്ദേശിച്ച തിലാവത്ത് ആകുന്നില്ല. അത് തിലാവത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിക്ക് പിന്തുടരുക എന്നാണ്. ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നതുകൊണ്ട് അതിന് വായന എന്നൊരർത്ഥമുണ്ട്. അത്രയേ ഉള്ളൂ. പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ തിലാവത്ത് എന്ന് പറയില്ലേ? തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ. എന്താ തലാഹ? തലാ യത്ലു തിലാവത്ത്. വശംസി വളുഹാഹ, സൂര്യൻ ചന്ദ്രൻ തന്നെയാണ് സത്യം, ളുഹാ നേരം തന്നെയാണ് സത്യം, വൽ ഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം, ഇദാ തലാഹ അത് സൂര്യനെ പിന്തുടരുമ്പോൾ. അതാണ് വായന എന്നുള്ളൊരു അർത്ഥം കിട്ടാനുള്ള കാരണം ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഖുർആൻ തിലാവത്ത്? ഖുർആനെ പിന്തുടരലാണത്. ഖുർആനിൻ്റെ വചനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണത്. അതാണ് സ്വഹാബികൾ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം ഈമാനിൻ്റെ സുദൃഢമായൊരനുഭവവും ആ അനുഭവത്തിൽ നിന്ന് പ്രതീക്ഷ നിറഞ്ഞൊരു ജീവിതവും അള്ളാനെ മനസ്സിലാക്കലുമാണ്. അള്ളാനെ മനസ്സിലാക്കുക എന്നൊരനുഭവം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാക്കിയൊക്കെ. ആ ദുആ, അതാണ് ദുആ എന്നത് അവസാനമുള്ളൊരു അഭയമൊന്നുമല്ല, കൂടെയുള്ള അഭയമാണ്. ആവശ്യം വരുമ്പോൾ മാത്രമുള്ള വിളിയൊന്നുമല്ല, അല്ലാത്തപ്പോഴുള്ളൊരു വിളിയാണത്. സങ്കടങ്ങളിൽ മാത്രമുള്ളൊരു വിളിയല്ലത്, സന്തോഷങ്ങളിലും അയാൾ വിളിച്ചുകൊണ്ടിരിക്കും. ആ ദുആ അയാളുടെ കൂട്ടുകാരനായിട്ട് മാറുന്നു. സുബ്ർ എന്ന പദം വിശുദ്ധ ഖുർആൻ 93 ആയത്തുകളിൽ 103 പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ർ വ്യത്യസ്തങ്ങളാണത്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സുബ്ർ എന്ന് പറഞ്ഞുണ്ട്. വൽ അസ്ർ എന്ന് തുടങ്ങുന്ന അധ്യായം എന്താണ് അവിടെ പറഞ്ഞത്? വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം വസിയത്ത് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അല്ലാഹ് പറയാം വതവാസൗ ബിസ് സുബ്ർ. അയാൾ സുബ്റിനെ കുറിച്ചും പറയേണ്ടി വരും. വിളിച്ചോരെ തന്നെ പിന്നെയും വിളിക്കേണ്ടി വരും. പറഞ്ഞത് തന്നെ അയാൾക്ക് വീണ്ടും പറയേണ്ടി വരും. പറഞ്ഞവരോട് തന്നെ പറയേണ്ടി വരും. പിന്നെയും പിന്നെയും ചെന്ന് ഫ്ലാറ്റുകളിൽ അയാൾ കയറിയിറങ്ങേണ്ടി വരും. വിളിച്ചവരെ വീണ്ടും വീണ്ടും അയാൾക്ക് വിളിക്കേണ്ടി വരും. സത്യം പറയണമെന്നുണ്ടെങ്കിൽ, സത്യത്തിലേക്ക് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ, വെളിച്ചം പ്രസരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ സുബ്ർ കാണിച്ചേ മതിയാകുമെന്ന്. ആ സുബ്റാണ് അയാൾക്ക് പ്രതീക്ഷയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സുബ്ർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ്. ഇത് അള്ളാഹുവിൽ ഈമാനില്ലാത്ത ഒരാൾക്ക് കിട്ടൂല, ഒരിക്കലും അയാളത് അനുഭവിക്കില്ല. കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു സാംസ്കാരിക പ്രവർത്തകനുണ്ട്, ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറയാണ്. KEN കുഞ്ഞഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ദൈവവിശ്വാസിയല്ല. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്. അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സമാധാനമാണുള്ളതെന്ന് ചോദിച്ചു. വല്ല സമാധാനം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ദൈവവിശ്വാസി അല്ലാതാകുമോ? എന്താണ് ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ടുള്ള സമാധാനം എന്താണെന്ന് വെച്ചു. എന്തൊരു ചോദ്യം ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരാളാണ് അദ്ദേഹം. അത്രയും നല്ല പ്രതിഭയുള്ള ഒരാളാണ്. പക്ഷേ ഈ ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് സമയമൊന്ന് എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറയും, ഒരു സമാധാനവുമില്ല. എന്നിട്ട് രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒന്നാമത്തെ സംഭവം, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കുറ്റ്യാടിയിലെ ഒരു സൂപ്പി മാഷുണ്ട്, കവിയാണ്. ഈ സൂപ്പി മാഷിൻ്റെ ഒരു കുട്ടി വേറെ 2 കുട്ടികളും കുറ്റ്യാടിപ്പുഴയിൽ മുങ്ങി മരിച്ചു. ഈ കുട്ടിയും ആ കുട്ടിയുടെ 2 സുഹൃത്തുക്കളും. അപ്പോൾ മകൻ മരിച്ച സൂപ്പി മാഷിൻ്റെ വീട്ടിലേക്കാണ് KEN അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. കുട്ടിയുടെ മയ്യത്തുണ്ട് അവിടെ കിടക്കുന്നത്. KEN പറയാണ്, ഞാൻ സൂപ്പി മാഷിൻ്റെ കൈ പിടിച്ചു എന്ന്.
ഇനി എന്താണ് ഞാൻ പറയേണ്ടത്? ദൈവവിശ്വാസി അല്ലാതായതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു നിമിഷമായിരുന്നു അതെന്ന് അദ്ദേഹം പറയാണ്. ഒരു കൊച്ചുകുട്ടിയല്ലേ, പാപങ്ങളൊന്നും ചെയ്യാത്തൊരു കുട്ടിയല്ലേ, അവൻ സ്വർഗത്ത് പോകൂലേ എന്ന് പറയാൻ ഒരു സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളല്ലേ, ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളല്ലേ എന്ന് പറയാൻ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവവിശ്വാസിയല്ലാത്തത് കൊണ്ട് ഒരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട്, ഒറ്റ കുട്ടിയുള്ള അദ്ദേഹത്തിന്, മെനിനോ ഫ്രൂട്ടോ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് വളരെ ഗുരുതരമായൊരവസ്ഥയിൽ ICUയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, KN, ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം പറയാം, ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ആളാണ്, പക്ഷേ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സമാധാനമുണ്ട്. ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാശ്രയം എത്ര വലുതാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി എന്ന്. കാൾ മാർക്സ് ലോകം കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ ആളുകളിൽ ഒരാളാണ്, ഒരു സംശയമില്ല. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം അത് അടച്ചിടുന്നത് വരെ വായിച്ച് പാവങ്ങൾക്ക് വേണ്ടി പൊരുതിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളോടൊക്കെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം, പക്ഷേ ആ സേവനങ്ങൾ ചെറുതായി കാണുന്നതിൽ അർത്ഥമില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, മുഷ് എന്നാണ് ആ കുട്ടി അദ്ദേഹം സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. ആ കുട്ടിക്ക് മാരകമായ ക്യാൻസർ വന്ന് ആ കുട്ടി അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് ഈ മാർക്സ് ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടി മരിച്ചു പോകുന്ന നിമിഷം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം കരഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം എഴുതുന്നുണ്ട്. പാവം എൻ്റെ മുഷ്, അവൻ മരിച്ചുപോയി. അവൻ്റെ ചെറിയ ശരീരത്തിൽ അവൻ അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കുമെന്ന് എനിക്ക് ഓർക്കാൻ വയ്യ. അതിലേറെ വലിയൊരു പരീക്ഷണമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും കടുത്ത ഒരു പ്രതിസന്ധിയുടെ നിമിഷമായിരുന്നു അത് എന്ന് പറയുന്നത് വലിയ കട്ടിയുള്ള മഹാഗ്രന്ഥങ്ങൾ എഴുതിയ കാൾ മാർക്സ് ആണ്. അദ്ദേഹം എഴുതി കൂട്ടിയ ഒരു വരി പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു നിമിഷത്തിൽ ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെയ്തിലാണ്. ഞാൻ എഴുതി കൂട്ടിയ ഒരു പുസ്തകത്തിലെ വരി പോലും, ഒറ്റ വരി പോലും ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എനിക്ക് ആശ്വാസമായി തീർന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് നമ്മളെ ഒന്ന് പുനരാലോചിക്കേണ്ടത്. ഈ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ചെറിയ ചെറിയ വിഷമങ്ങളിൽ പോലും മനസ്സ് തകരുന്ന ആളുകളുണ്ട്. എന്നാൽ വലിയ വലിയ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും പോലും മനസ്സിനെ പിടിച്ചിരുത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയാകാൻ നമുക്ക് കഴിയട്ടെ. അത് ഈമാൻ എന്നൊരു അനുഭവം കൊണ്ട് നമുക്ക് കൈവരുന്ന ഏറ്റവും വലിയ സാന്ത്വനമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈലാ തഅദു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിലോ അല്ലാഹ് നമ്മളോട് പറയാം, ഒന്നും സംഭവിക്കുന്നില്ല. നേരെ കൂട്ടി നേരത്തെ തന്നെ അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. എന്തിനാണ് അങ്ങനെ ഒരു നേരത്തെ എഴുതി വെച്ചത്? ലിക്കൈലാ തഅസൗ അലാ മാ ഫാതകും. നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാതിരിക്കാനാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും. കിട്ടിയ ഒരു സംഗതിയുടെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ്. എന്നിട്ട് പറയാം, അങ്ങനെ അതിരുവിട്ട് ആനന്ദിക്കുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അഹങ്കരിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടമല്ല. തിരൂരിലെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, കുറച്ച് പ്രായമുള്ള ഒരാളാണ്, VP ഉമർ എന്ന് പറയും. നിങ്ങൾക്കറിയായിരിക്കും, ഇതിൽ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും അദ്ദേഹത്തെ എന്നുള്ള ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ മകൻ നല്ല യുവാവായിരിക്കുന്നൊരു സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കിടയിൽ പിന്നെ പരസ്പരം ഒരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് തലക്ക് മാരകമായ മുറിവേറ്റ് മരിച്ചുപോയി. നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തകനായിരുന്ന നല്ല പ്രതിഭാശാലിയായിരുന്നൊരു കുട്ടിയായിരുന്നു. ഒന്ന് ആലോചിച്ചു, ഒരു മകൻ നഷ്ടപ്പെട്ട വാപ്പയുടെ സങ്കടത്ര വലുതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, അന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നു.
കുറേ ആളുകൾ എന്നെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും ഒരു ആശ്വാസമാവുന്നില്ല. അതിനിടയ്ക്ക് NV അബ്ദുറഹ്മാൻ സാഹിബ് വന്നു, അരീക്കോടുള്ള. അദ്ദേഹം പറയാണ്, NV വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ ഖുർആൻ പരിഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് എടുത്തുകൊണ്ടിരുന്നു. ഞാനത് എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സൂറത്തുൽ ഹദീദ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ സൂറത്തുൽ ഹദീദ് എടുത്തു. അതിൽ 21-ാമത്തെ ആയത്തൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകരമായൊരു സമയത്ത്, നിർണായകമായൊരു നിമിഷത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ ഒരു പുതുമഴയായി അദ്ദേഹത്തിൻ്റെ മേൽ ചൊരിഞ്ഞത് എന്ന ഒരു അനുഭവമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സൂറത്തുൽ ഹദീദ് എടുക്കാൻ പറഞ്ഞ് 21-ാമത്തെ ആയത്ത് ഓതാൻ പറഞ്ഞു. ഞാൻ ഓതി കൊടുത്തു. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ. ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ, അള്ളാഹു നേരത്തെ അത് നിശ്ചയിച്ചിട്ടല്ലാതെ. യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു നേരത്തെ കൂട്ടിയുള്ള തീരുമാനം ഉണ്ടായത്? അതിൻ്റെ കാരണം ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും, നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ്. ആ കുട്ടിയുടെ മയ്യത്തുണ്ട് മുന്നിൽ, ആ വാപ്പയുടെ. ആ വാപ്പയാണ് ഈ വചനം വായിക്കുന്നത്. നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ്. സംഭവിക്കുക തന്നെ ചെയ്യും അത്. വലാ തഫ്റഹു ബിമാ ആതാക്കും, കിട്ടിയ ഒന്നിൻ്റെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ്. നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ചിലതൊന്നും എത്ര ആവശ്യപ്പെട്ടാലും അള്ളാഹ് നമുക്ക് തരൂല. ചിലതൊക്കെ എത്ര ആവശ്യപ്പെട്ടില്ലെങ്കിലും കോരിച്ചൊരിഞ്ഞ് തരും. അള്ളാഹുവിൻ്റെ രീതി അതാണ്.